തിരുവനന്തപുരത്ത് കച്ചവടത്തിൻ്റെ സ്ഥിരായ കേന്ദ്രമായിട്ടുള്ള ചാല മാർക്കറ്റിനകത്ത് നമുക്കൊരു കമേഴ്സ്യൽ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട്. ഇതാ ഈ കാണുന്നത് ചാലയ്ക്കകത്തൂടെയുള്ള റോഡാണ് കേട്ടോ. ഈ റോഡിൽ നിന്ന് നമുക്ക് വലത്തേക്ക് പോകുമ്പോൾ, അതായത് ഇത് 1 വേ ആണ്. നമ്മുടെ കിള്ളിപ്പാലത്ത് നിന്ന് അട്ടക്കുളങ്ങര അല്ലെങ്കിൽ ഈ സ്പോട്ടിൻ്റെ അവിടെ ഇരുന്ന് കയറുന്ന റോഡാണ്. ഈ റോഡിങ്ങനെ വരുമ്പോഴത്തേക്കും വലത്തേക്ക് നമുക്ക് സഭാവതി റോഡ് അല്ലെങ്കിൽ അരിക്കട റോഡെന്ന് പറയും. ഇതാ ഈ ഇടത്തോട്ട് പോകുന്നത് വന്നിട്ട് കൊത്തുവാൾ തെരുവെന്ന് പറയും. ഇത് നമുക്ക് നേരെ ചെന്നിട്ട് രാമേന്ദ്രൻ്റെ അടുത്ത് കയറാൻ സാധിക്കും. ഇതിനകത്തേക്ക് ഇതാ ഒരു 10 മീറ്റർ പോകുമ്പോൾ ഇടതുവശത്തായിട്ട് പുതിയൊരു പ്രോപ്പർട്ടിയാണ്. അതായത് പുതിയ കെട്ടിടമാണ്. ടോട്ടലായിട്ട് 9 സെൻറ്റിൽ 9000 സ്ക്വയർ ഫീറ്റ് വരുന്ന കമേഴ്സ്യൽ കെട്ടിടമാണ്. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ റോഡ് ഇങ്ങോട്ട് കയറി വരുമ്പം തന്നെ ഇടതുവശത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും. മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിംഗ് സൗകര്യമുണ്ട് കേട്ടോ. നമുക്ക് ചാല മാർക്കറ്റിനകത്ത് വരുമ്പോൾ മിക്കവാറും ഉള്ളതെല്ലാം പഴയ കെട്ടിടങ്ങളാണ്. അതുകൊണ്ട് തന്നെ പാർക്കിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാവും. ഇതാണെങ്കിൽ നോക്കിയേ, മുൻവശത്ത് നമുക്കിതാ ഇവിടെ ഒരു 2-3 വണ്ടികൾ പാർക്ക് ചെയ്യാം. അത് പോയിട്ട് ബേസ്മെൻറ്റിൽ നമുക്ക് പാർക്കിംഗ് സൗകര്യം കിട്ടും. നമുക്ക് ഈ താഴെ കാണുന്ന സെല്ലാർ പോർഷൻ പോകെ 4 നിലകളിലായിട്ടാണ് നമുക്ക് കെട്ടിടം ഉള്ളത്. ടോട്ടലായിട്ട് 9000 സ്ക്വയർ ഫീറ്റ് വരുവേ. നമുക്ക് താഴത്തെ പാർക്കിംഗ് കണ്ടതിന് ശേഷം ബാക്കിയുള്ള സൗകര്യങ്ങൾ കാണാം. ഇതാ ഏത് വലിയ വണ്ടി വേണമെങ്കിലും നമുക്ക് അകത്തേക്ക് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സെല്ലാറിൽ നമുക്ക് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ജനറേറ്ററൊക്കെ സ്ഥാപിക്കണമെങ്കിൽ അതിനുള്ള പ്രൊവിഷനുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമുക്കൊരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഇതുവഴി നമുക്ക് മേളിലേക്ക് പോവാം. ലിഫ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. പിൻവശത്ത് വീണ്ടും ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. കുറേ അധികം വണ്ടികൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്കൊരു ബാങ്ക് അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ കച്ചവട സ്ഥാപനങ്ങളുടെ ഒരു ഓഫീസായിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും പ്രവർത്തിപ്പിക്കാവുന്ന ഒരു കെട്ടിടമാണ്. ഇനി അതല്ല, തിരുവനന്തപുരത്തെ ഒരു മേജർ ലൊക്കേഷനിൽ ഈ ചാല മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒത്തിരിയധികം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു മാർക്കറ്റാണ് കേട്ടോ. ഇതിനകത്ത് ശരിക്കും ഇപ്പോൾ ചെറിയൊരു കടമുറി, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ തന്നെ ഒരു സ്വർണ്ണക്കടയുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു ചെറിയൊരു കടമുറിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 200-250 സ്ക്വയർ ഫീറ്റ് വരും. അതിന് അഡ്വാൻസ് മാത്രം കൊടുത്തത് ഏകദേശം 45 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ സെല്ലാർ പോർഷൻ. നമുക്ക് പ്രോപ്പർട്ടിയുടെ ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇപ്പം നമ്മൾ പല കമേഴ്സ്യൽ കെട്ടിടങ്ങളും തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഇടുമ്പോഴത്തേക്കും അതിന് വരുന്ന കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു കെട്ടിടം ചെയ്യാനായിട്ട് പെർമിഷൻ കിട്ടുമോ, സെറ്റ് ബാക്ക് എത്ര വിടണം, ഈ സെറ്റ് ബാക്കൊക്കെ വിട്ടതിന് ശേഷം കെട്ടിടം ചെയ്യാൻ ഇനി ബാക്കി സ്ഥലം ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെയാണ് പലർക്കും പ്രശ്നങ്ങൾ. ഇത് വന്നിട്ട് പുത്തൻ കെട്ടിടമാണ്. നമുക്കിത് കറക്റ്റായിട്ടുള്ള സെറ്റ് ബാക്ക് എല്ലാം വിട്ട് നീറ്റായിട്ട് ചെയ്തേക്കുവാണ്. ഇത് നമ്മുടെ ചുറ്റുവട്ടമുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരു വാല് പോലെ ചെറിയൊരു പോർഷൻ ഉണ്ട്. ഇത് വേണമെങ്കിൽ ഒരു പില്ലർ അടിച്ച് നിർത്തിയിട്ടുണ്ട്. അതിൽ വേണമെങ്കിൽ ചെറിയൊരു ഗോഡൗൺ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. നമുക്ക് പിൻവശത്തായിട്ട് ഒരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വീണ്ടും പിൻവശത്തേക്ക് നോക്കി ഇതുപോലെ നമുക്ക് സ്ഥലം കിട്ടുന്നുണ്ട് കേട്ടോ. ഇതുവരേക്കും നമുക്ക് ചുറ്റുവട്ടം ഈ രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറാണേ. ഇതിനെക്കാളും നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിന് മാത്രമാണ് കുറച്ചൊന്ന് സ്പേസ് കുറവായിട്ട് തോന്നുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻവശത്തുള്ള ഈ ഒരു പാത്ത് വേ വരും. മേളിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസും കൂടെ നമുക്ക് ഇൻക്ലൂഡായിട്ട് നമുക്ക് അത്രയും ഒരു കാർപ്പറ്റ് ഏരിയ കിട്ടുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ വലിയൊരു ഹാളാണ്. ഇതിനകത്തേക്ക് നമുക്ക് ലിഫ്റ്റിൽ നിന്ന് എൻട്രൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ താഴെ കാണിച്ച ആ ഒരു സ്റ്റെയർ വഴി ആ സ്റ്റെയർ വഴി അകത്തേക്ക് കയറി വരാം. അതുപോകെ നമുക്ക് പിൻവശത്ത് ഒരു സ്റ്റെയർ റൂമുണ്ട്. അപ്പോൾ ആ സ്റ്റെയർ വഴി നമുക്ക് ഈ ഫ്ലോറിലേക്ക് ആക്സസ് കിട്ടും. ഈ സ്റ്റെയറിൽ നിന്നും നമുക്ക് ആക്സസ് കിട്ടും. അവിടെയും നമുക്കൊരു ഡോർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻ കേസ് നമുക്ക് വർക്കേഴ്സോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള എംപ്ലോയീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുവഴി എൻട്രൻസ് കൊടുക്കാം. കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് നിന്നും എൻട്രൻസ് കൊടുക്കാൻ സാധിക്കും. ഈ രീതിയിലൊരു ബാത്റൂം സൗകര്യം എല്ലാ ഫ്ലോർസിലും ചെയ്തിട്ടുണ്ട്. എല്ലാ ഫ്ലോറിലും ഇതുപോലൊരു ബാത്റൂം ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് പിൻവശത്ത് കാണിച്ച ഒരു ടോയ്ലറ്റും ഉണ്ട്. ടോട്ടലായിട്ട് 5 ടോയ്ലറ്റ്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലൂടെ കാണിച്ചു തരാം. ബാക്കിയുള്ള നിലകളിലെല്ലാം സെയിം ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലൂടെ ഒരു വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ താഴെ കണ്ട ഗ്രൗണ്ട് ഫ്ലോറിനെക്കാട്ട് കുറേ കൂടെ സ്പേഷ്യസ് ആണ്. ആ ഫ്രണ്ടിലോട്ടുള്ള ആ പാത്വേയുടെ അവിടെയും കൂടെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന കാർപ്പറ്റ് ഏരിയ ആയിട്ട് കിട്ടും. ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു സ്പേസാണ് കേട്ടോ. ശരിക്കും ഇതിനകത്ത് വാടക ഇനത്തിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു
മാസ വരുമാനം കിട്ടുന്നുണ്ടാകും കേട്ടോ. ഇതിനകത്ത് ഒത്തിരിയധികം ബാങ്കുകൾ നമുക്ക് ഈ ചാല മാർക്കറ്റിനകത്ത് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. മിക്കവാറുമുള്ള മേജർ ബാങ്ക്സിനൊക്കെ ഇതിനകത്തൊക്കെ ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ ഇനിയും ബ്രാഞ്ച് തുടങ്ങാത്ത ബാങ്കുകൾക്ക് നമുക്ക് വേണമെങ്കിൽ ഈ സ്പേസ് വാടകയ്ക്ക് നൽകാവുന്നതാണ്. ഇതേ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഫ്ലോറാണ്. താഴെ കാണിച്ച കണക്ക് ഇതുപോലൊരു ടോയ്ലറ്റ് സൗകര്യവും അവൈലബിൾ ആണ്. ഈ മനോഹരമായിട്ടുള്ള പ്രൈം ലൊക്കേഷനിലുള്ള പ്രോപ്പർട്ടിയാണ്, മിസ്സാക്കല്ലേ. നേരിട്ട് ഓണറിനെ വിളിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്. നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 10 കോടി രൂപയാണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇത് വാടകയ്ക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാവുന്നതാണ്. കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന ബയേഴ്സിനാണ്. നമുക്ക് ഇഫ് ഇൻ കേസ് ആർക്കെങ്കിലും വാടകയ്ക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും അവരെ വിളിക്കാവുന്നതാണ്. അതിൻ്റെ കാര്യങ്ങൾ നേരിട്ട് അവരുമായിട്ട് തന്നെ ഡീൽ ചെയ്യാം. സാധാരണഗതിയിൽ ചുറ്റുവട്ടത്തുള്ള വാടകയെക്കാട്ടും കുറച്ച് നൽകാൻ തയ്യാറാണെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം. വിലയ്ക്ക് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ 9 സെൻറ്റ് സ്ഥലവും 9000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു കെട്ടിടവും പ്ലസ് നമുക്ക് ഒത്തിരിയധികം പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ പാർക്കിംഗ് സ്പേസ് ഉള്ള ഒരു ഷോപ്പ് തന്നെ നമുക്ക് ഈ ചുറ്റുവട്ടത്ത് ഒരിടത്തും കിട്ടത്തില്ല. അതും പുതിയ കെട്ടിടമാണ്, പഴയതല്ല, നല്ല പുത്തൻ കെട്ടിടമാണ്. മിസ്സാക്കല്ലേ, നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കാം.